ഓ ഹലോ ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന റെസിഡന്റ് എവിൽ 2 ആണ്. അതിന് തന്നെ ഒരു പുള്ളി വണ്ടി എടുത്ത് റേഡിയോ കേട്ട് പോകുന്നുണ്ട്. പുള്ളിയുടെ വൈഫ്. എന്തോ തരികട സംഭവിച്ച്. ഒരു ഗെയിമിനകത്ത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരൊക്കെ വണ്ടി എടുത്ത് പറപ്പിച്ച് വേറെ വല്ല സ്ഥലത്ത് പോകും. അതിന്റെ കീഴെ തന്നെ പോയി ഇരിക്കുകയും ചെയ്യും. ആണ്ടേ പണി പാളി. ഇവിടെ നോക്കിയാലേ അറിയാം അതൊക്കെ സൊമ്പികളാന്ന്. ഇറങ്ങുമായിരിക്കും ഇനി ഉറപ്പാ. ചോറിയല്ലേ വണ്ടിയുടെ അടിയെന്നൊക്കെ. ബ്രോ എടാ ഓറാ ഈടെ പോവൻ ബ്രോ നെഹി കീർന്നു. ഇപ്പൊ പറയുന്നത് വരും. കുറെ ഗെയിം കളിച്ചപ്പോ ബ്രോ അത് മനുഷ്യനെ പോലെ ഉണ്ടായിരുന്നു ശരിക്കും. അല്ല സൊബി മത്സ്യം തന്നെ, എന്നാലും ഒരു മുന്ത കാണിക്കുന്നില്ലേ? മീനല്ലെന്ന് തോന്നുന്നു, മെയിൻ ക്യാരക്ടറാണ്. ഇന്നത്തെ 2 പേരായിട്ട് നമുക്ക് കളിക്കാം. ഒരു പെണ്ണിനെ ഒരു ആണിനെ ആയിട്ട് കളിക്കാം. ഞാൻ ആണിനെ എടുത്തേക്കുന്നത്. അപ്പം ഓ കൊള്ളാം. എന്ത് ചെയ്യും ഉണ്ടെങ്കിൽ നമ്മുടെ കാറ് തന്നെ കത്തി കിടക്കുന്നത്. എന്നിട്ട് ഇവരൊന്നും തോന്നുന്നില്ല. നമ്മളൊക്കെ ആയിരിക്കണം ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ. നേരെ ഓടിക്കോളാം, ഒന്നും നോക്കണ്ട. ആ ആ ആ ആ ആ ചോരയും കണ്ട് നമുക്ക് കളിക്കാൻ തരുമായിരിക്കും. എക്സ്പ്ലോർ. ഓക്കെ ഇതൊക്കെ എളുപ്പ അറിയാം ബ്രോ. ഗണ്ണൊന്നും ബർഗേഴ്സ് ഈ അല്ലേ സാധാരണ. വേറെ ഗെയിമൊക്കെ ഡോറ് തുറക്കാൻ EOFO. അത് കൊള്ളാം കേട്ടോ ആ പരിപാടി. നേരെ റൈറ്റ് ക്ലിക്ക് അല്ല ലെഫ്റ്റ് ക്ലിക്ക്. ബ്രോ Something's not right. Something's not right. എന്നിട്ട് ഭാഗത്തേക്ക് കയറുക. കൊള്ളാം, പൊളി സാധനം. ഓ ഇതിനകത്ത് എന്നോട് സംഭവിച്ചേ. തോച്ച കേൾക്കുന്നുണ്ടല്ലോ. രാത്രി 1 മണിക്ക് ഇത് കളിക്കുന്നത്, അതുകൂടി അത് ആലോചിക്കണം. പച്ചക്ക് കയറ്റി ഇട്ടേ ഉള്ളൂ. വേറെ ഇത് രണ്ടോടെ പടവായിരിക്കും. എന്നാണോ അതിന് പറ്റിയത്? എന്നോ ഈ ഒച്ചയൊക്കെ കേൾക്കുന്നേ. എനിക്ക് പോണ്ടേ. അയ്യോ ഓ തുറക്ക്. എന്നെ സംഭവം അവിടെ പോയി. നമ്മൾ വന്ന കാരണം അവനും ചത്തു. ോ കഴുത്തിനകത്ത സാധനമൊക്കെ ബ്രോ. എന്നാണോ കൊള്ളാം, പൊളി സാധനം. 1 മണിക്ക് കളിക്കാൻ പറ്റിയ സാധനം.
പിന്നെ ഇതിന്റെ എയിം ബട്ടൺ ഇത്രയല്ല, എയിമിന്റെ സാധനം ഇത്ര ഇതോ. 5 ബുള്ളറ്റ് 10 ബുള്ളറ്റ് കൊണ്ട് ഞാനുണ്ട്. 10 ഉണ്ടോ? 5 ഇല്ലേ? ഓ ഒന്ന് ചാവൂ. ഇതെന്നെ എയിമാ ഇത്? ഇത്രയും വലിയ സ്പേസ് ഒക്കെ എന്തിനാ? ചത്തില്ലേ? ഓക്കെ, ഇപ്പോഴും ഒരു സമാധാനമായ അവച്ചല്ലാന്ന്. ഇവിടെ എന്നാ കീ സ്പേസ്. ഓ കൊള്ളാലോ, അങ്ങനെ കുറെ പടങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇതന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ അങ്ങനെ ബ്രോ പടം റിയൽ ലൈഫ് ആണോ ഇത് ആനിമേഷൻ ആണോ? ബ്രോ ഇത് നമ്മുടെ ശരിക്കും മനുഷ്യന്മാരുടെ ഫോട്ടോ പോലെ ഉണ്ട്. ഓണറാ പിന്നെ നേട്ടടാ ഇവര് ഇനി എന്നാ വെച്ച് കൊല്ലും. ചത്തടാ ആദ്യത്തെ കളി തന്നെ ചാകത്തില്ലേ? എടാ ഫ്രണ്ടിലോ അവനെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടതാ. സാധാരണ ഒരു കളി സൊബിയൊക്കെയാണ് തീർന്നേന്. ഇത് തുറക്ക് പയ്യാ തന്നെ അവൻ തുറക്കാതെ. ബ്രോ ഓപ്പൺ. അത് ഇങ്ങോട്ട് വരും. ഇതന്നെ ഇവൻ തുറക്കാത്തെ. വന്നടാ അടുത്ത്. ഒരു ഇതും ഇല്ലാതെയാ കഴുത്തിലോട്ട് നോക്കി കടിക്കുന്നേ. തുറക്ക് പയ്യാ. റെഡായി നമ്മുടെ വൈറ്റൽസ്. ആ പുറത്ത് ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നല്ലോ, അവൻ ചത്തി കാണുന്നു. അപ്പൊ ഇതങ്ങനെ ഇനി എടാ അയ്യോ യാണ്ട യുമാരെല്ലാം കഴുത്ത് കീറി. പോലീസാൻ യു ആർ ഡെഡ്. ഞാനെന്നാ ഒന്നും കൂടി കളിച്ച് ഇവിടെ വരെ എങ്ങനെയും ആക്കിയിട്ടുണ്ട്. കാണാം. എനിക്ക് എന്ത് ചെയ്യാം. പക്ഷെ അവൻ ആ കഴിഞ്ഞ കളിക്കാത്ത അവൻ കഥകൾ തുറന്നില്ലല്ലോ. നമ്മൾ പിന്നെ എങ്ങനെ ഒത്തിരി രക്ഷപ്പെടാനാ? ഇതിന്റെ എയിം ഭയങ്കര പാടാമേ, കിട്ടുന്നില്ല. കണ്ടോ ആ അതിന്റെ നടുക്കത്തെ ആ സ്പേസ് കാരണം ബുള്ളറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. ഇവിടെ ഒരു കഥ ഉണ്ടായിരുന്നതാ, ഞാനത് ശ്രദ്ധിച്ചില്ല. അവിടുന്ന് കിട്ടി അവിടുന്ന് മറ്റേ ഒരു കീ കിട്ടത്തില്ലേ? അവിടെ നിന്ന് കീ എടുക്കണം. കീ കിട്ടി. എന്നാലും ആ പടങ്ങൾ എന്നാ ഇതായിരിക്കില്ലേ അവിടെ ഇരിക്കുന്ന കുറെ റിയൽ ലൈഫ് ഹ്യൂമൻ ആണോ? ഇന്നേം ഇവനെ എങ്ങനെ കൊല്ലും? ഹെഡ്ഷോട്ട് അടിച്ചാൽ ഇവൻ ഇമ്മോർട്ടലാണോ? സാധാരണ ഒരു കളി ഒറ്റ ഹെഡ് മതി ഒരു കൊമ്പി ചാവാൻ. റെസിഡന്റ് ഈവലിന്റെ മിക്ക ഗെയിമും അങ്ങനെയല്ലേ, ബോസ് വരുമ്പം മാറും. ആ വൈറ്റൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നമ്മുടെ ലൈഫ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ. ഇതിൻ്റെ റീമേക്ക് ആയിരുന്നു ശരിക്കും കേട്ടണ്ട, പക്ഷെ ഇത് പണി പാളിച്ചു. തന്നെ ചെയ്യണ്ടേ യൂസ്. കമോൺ ബ്രോ, ഓടു ബ്രോ. ഒരു തോടി വരുന്ന സൈഡിലൊക്കെ ബ്രോ. ആരോടാ സൊമ്പി? നമ്മുടെ ബുള്ളറ്റ് 0-0 അല്ല, നോക്കിയായിരുന്നോ? ഇതിങ്ങനെ പെട്ടെന്ന് എന്ത് ഇന്ദ്രജാലം ഒക്കെ എന്റെ അയ്യാ. ഓക്കെ നമുക്ക് ഓടാം, ബാ ഓടിക്കോ. ബ്രോ തികമ്പളാ, നിങ്ങൾ തീർന്നു. അവിടെ ഇത്രയും സോംബി, അവന്റെ ഒറ്റ ബുള്ളറ്റും ഇല്ല, പിന്നെ അവൻ ഒരു ഫയറും ചെയ്തു.
ഓ ഓടിക്കോ നാട് വിട്ടോ. ഇത് ഏതായാലും ഇത് സംഭവിക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാം. വേറെ ഏതെങ്കിലും സോംബിയുടെ നെസ്റ്റിനകത്ത് നിന്ന് കയറി കേട്ടോ. ഇത് കുറേ ബോസിനെയൊക്കെ എടുത്ത് അതിനകത്തോട്ടിടും. നമ്മളതിനെ ഫൈറ്റ് ചെയ്യും, കൊല്ലും. പക്ഷെ ഇതിൻ്റെ കഥ ഇനി കേൾക്കണ്ടേ. ഇതിൻ്റെ മൂവി കണ്ടവർക്കറിയാം. എന്നെ OG സംഭവം ഇതൊക്കെ. ഇത് വൈറസ് സ്പ്രെഡ് ആവുന്നു, മറ്റേതാ, എന്നിട്ട് കുറെ ഇത് പണ്ട് ചെറുപ്പത്തിലിരുന്ന് കാണുക. അവനും പോലീസ്. അതെ കണ്ടത് നന്നായി. വിട്ടോ നമുക്കും കൂടി ആ കൺട്രോൾ ചെയ്ത് വരുന്നത്. വണ്ടി ഓടിക്കാൻ, കാർ ഓടിക്കാൻ നൈസായിരിക്കും ഇതിനകത്ത്. നോർത്ത് നോക്കിയേ, സോംബികളാ അവിടെ നിന്ന് ഇവിടുന്നു രാത്രി ഇങ്ങനെ. പറയാൻ വലിയ ഇതാണോ റക്കൂൺ സിറ്റി? മിയാസാക്കി എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇതന്നെ ഇത് ജപ്പാനിലുണ്ടാക്കിയ ഗെയിമാണോ റെസിഡന്റ് ഈവിൽ? എനിക്കറിയത്തില്ല. മുക്കാസാവ കണ്ടോ, മിക്ക ജപ്പാനീസ് പേരും ഉണ്ട് ഇവിടെ. ഭയങ്കര സിനിമാറ്റിക് ഇല്ലേ ഓരോ ആംഗിള്? കണ്ടോ കൃത്യം മറ്റേ സിനിമയുടെ തുടക്കമോ ലാസ്റ്റൊക്കെ ഇങ്ങനെ വരത്തില്ലേ, ഇങ്ങനെ എഴുതി വരും എല്ലാവരും ഫോട്ടോ എടുക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. കൊള്ളാം. അതന്നെ സ്റ്റോറി ഗെയിം അല്ല, വലിയ സ്റ്റോറി ഇല്ലേ, അല്ല വേറെ എന്ത് കാണിക്കാനല്ലേ. റക്കൂൺ സിറ്റി പോലീസ് സ്റ്റേഷൻ. അതിനകത്തായിരിക്കും ഇനി ഉള്ളതെല്ലാം കൂടി ഇരിക്കുന്നത്. Everyone in the building. God, this is so unreal. Police station's not much farther. They'll know something. Jelly. Yeah, but ബ്രോ, നിങ്ങൾ രണ്ടും അങ്ങോട്ടേക്ക് ഒളിച്ചോടിക്കോ. ഇവിടെ നിന്നാ ഉള്ളതും കൂടി പോത്തേ ഉള്ളൂ. There has to be. Like we're walking from here. പോലീസാൻ. ബ്രോ, സൊമ്പികളെ തന്നെ മനുഷ്യനായിരുന്നപ്പോ കടിച്ചു കീറുകയായിരുന്നത്. ഇതിനെയൊക്കെ ഒരു 4 ഹെഡ്ഷോട്ട് അടിച്ചാലും ചാവത്തില്ലാത്ത സാധനങ്ങളെയൊക്കെ എങ്ങനെ കൊല്ലാനാ? ട്രക്കുകാരനല്ലേ നമ്മള് ആദ്യം കണ്ടേ? അവൻ അവന് സോംബിയാവാൻ പോവാ. പുറത്തിറങ്ങി ഇവര് കടിക്കും. തീർന്ന് പൊളി. ആണിന്റെ ആയിരുന്നു പെണ്ണിന്റെ ആയിരുന്നു ഇപ്പൊ തലയിടിച്ചു. ആണല്ലേ? ഏതാ ഇരിക്കൂ. എടാ, അതിനകത്ത് നമ്മുടെ ആ പെങ്കൊച്ചില്ലായിരുന്നു? എടാ ചത്തടാ അത്. നമ്മളോ ഇത്ര ബ്രോ, അത് ചാവണ്ടായിരുന്നു, കൊള്ളായിരുന്നു അത്. ഓ തീർന്നടാ. അതങ്ങനെയാടാ നല്ല രക്ഷപ്പെട്ടെ. റിഫ്ലക്സ് കൊള്ളാം. ഒരു 2 വണ്ടി അടുപ്പിച്ച് എന്ന് കത്തി. എന്നിട്ടും പിന്നെ എനിക്ക് കളിക്കാൻ തരുമോ? ഞാൻ ഇതിനെയൊക്കെ എങ്ങനെ കൊല്ലാനാ വഴിയെ? ഇവനെന്നാ ചാടത്തില്ല ഈ ക്യാരക്ടർ. ബ്രോ, ഞാൻ എങ്ങോട്ടാ പോകണ്ടേ? അത് കൂടി ഇത് പറ. മാപ്പെങ്കിലും തരുമായിരുന്നു. ഓ ഫക്ക്, കടിച്ചടാ.
തന്നെ മനുഷ്യനാണ്. ഓക്കെ വഴി കയറുന്നു. ഇനി എന്നാ കാണിക്കാൻ ഇവിടെ എവിടെ പോയി? എല്ലായിടത്തും കാറും ചാടത്തും ഇല്ല ഇവൻ. അങ്ങോട്ടാണോ തോന്നി. പിന്നോട് അവിടെ കടക്കുന്നേ എന്തോ പോരും ജംപ് സ്കെയർ തോന്നി. ഞാൻ അത് കാരണം അവിടെ വെയിറ്റ് ചെയ്ത്. എനിക്കറിയാം ഈ സാധനമൊക്കെ പൊങ്ങി മിക്ക റെസിഡന്റ് ഈവിൽ സാധനത്തിനകത്തും ഏതെങ്കിലും ഒരു സാധനം നമ്മളെ കയറുമ്പോഴേ ഇങ്ങനെ പൊങ്ങി വരും. ദിസ് ഈസ് ദ സ്റ്റേഷൻ. എവിടെയാ പക്ഷേ സ്റ്റേഷൻ? അതും കൂടി ഒന്ന് കാണിക്കേ. നമ്മൾ ഇനി ഊഹിച്ച് ഒരു മാപ്പെങ്കിലും ഫക്ക് ബ്രോ ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുക. ചുമ്മാ ഉണ്ട് വട്ട് പിടിച്ചിരിക്കും എല്ലാ സോ ഗൈസ് ഇതാണ് നമ്മുടെ പാർട്ട് 1 വീഡിയോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ കാണാം. ഓക്കെ ചുമ്മാ പറഞ്ഞ ഇവിടം വരെ ഉള്ളൂ ഇന്നത്തേക്ക്. ഓക്കെ.